Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities, Part 4, Dreams Realized, Unit 2, Winds of Change, 9th Standard English, New Textbook, Kerala Syllabus. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Imagine that Gandhiji is interviewed by some of French students who organized the reception. Frame a few questions that they would ask. അതായത് ഗാന്ധിജിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത് കുറച്ച് ഫ്രഞ്ച് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവർ ഒരു റിസപ്ഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, സങ്കല്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗാന്ധിജിനോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഗാന്ധിജിനോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തയ്യാറാക്കാം. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് മെഷീനറി? ഫ്രഞ്ച് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഗാന്ധിജിനോട് ചോദിക്കാം, നിങ്ങളൊന്ന് വിശദീകരിക്കുമോ, എന്തുകൊണ്ടാണ് നിങ്ങൾ മെഷീനറിക്ക് എതിരായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഇൻസ്പയർഡ് യു ടു അഡോപ്റ്റ് ദ ഐഡിയ ഓഫ് നോൺ വയലൻസ് ഇൻ യുവർ സ്ട്രഗിൾ ഫോർ ഫ്രീഡം? ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലോസഫി തിരഞ്ഞെടുക്കാനുള്ള കാരണം, അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്താണ് അത് ഇൻസ്പയർ ആയിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ യൂത്ത് ഹു വിഷ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ച്? അതുപോലെ ഗാന്ധിജിനോട് ചോദിക്കാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ യൂത്തിന് നൽകാൻ കഴിയുന്ന, യുവതലമുറക്ക് നൽകാൻ കഴിയുന്ന മെസ്സേജ് എന്താണ്? സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ നോൺ വയലൻസ് എസ്പെഷ്യലി വെൻ ദേ ഫേസ് സിവിയർ ഓപ്പറേഷൻ നേരിടുന്നവർ എങ്ങനെയാണ് നോൺ വയലൻസ് തിരഞ്ഞെടുക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജീസ് സെക്രട്ടറി ഇൻഫോംസ് ഹിം ദാറ്റ് ചാപ്ലിൻ വിഷ് ടു മീറ്റ് ഹിം. ആസ് ഗാന്ധിജി ഡസ് നോട്ട് നോ ചാപ്ലിൻ, ദ സെക്രട്ടറി ടെൽസ് ഹിം അബൌട്ട് ചാപ്ലിൻ. റൈറ്റ് ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ഹിസ് സെക്രട്ടറി. അപ്പോൾ ഗാന്ധിജിയുടെ സെക്രട്ടറി ഗാന്ധിജിനോട് ഇൻഫോം ചെയ്യാണ്, ചാർലി ചാപ്ലിൻ ഫിലിം ആക്ടർ, ഫിലിം മേക്കർ, അദ്ദേഹത്തിന് ഗാന്ധിജിനോട് മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് സെക്രട്ടറി പറയാണ്. അപ്പോൾ ഗാന്ധിജിക്ക് ഈ ഒരു ചാപ്ലിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ സെക്രട്ടറി ഗാന്ധിജിനോട് ചാപ്ലിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിയും ഗാന്ധിജിയുടെ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്രട്ടറി, ഗാന്ധിജി എ ഫേമസ് പേഴ്സൺ മിസ്റ്റർ ചാർലി ചാപ്ലിൻ വിഷസ് ടു മീറ്റ് യു. അപ്പോൾ ഗാന്ധിജിനോട് സെക്രട്ടറി പറയാണ്, ഒരു പ്രശസ്തനായിട്ടുള്ള ആളാണ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ, അദ്ദേഹം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി പറയാണ്, ഹൂ ഇസ് ഹീ? ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ് നെയിം. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ, അയാൾ ആരാണ്? സെക്രട്ടറി പറയാണ്, ഹീസ് എ ഫേമസ് ആക്ടർ, ഫിലിം മേക്കർ ഫ്രം ഇംഗ്ലണ്ടിലെ ഒരു സിനിമാ നിർമ്മാതാവാണ്, ഒരു ആക്ടറാണ്. ഹീ ഈസ് പോപ്പുലർ ഫോർ ഹിസ് സൈലൻറ്റ് ഫിലിംസ് ആൻഡ് ഹാസ് മേഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓഫ് വിത്ത് ഹിസ് കോമഡിക് പെർഫോമൻസസ്. അദ്ദേഹം സൈലൻറ്റ് ഫിലിംസിലാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഒരുപാട് ജനങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കൊമേഡിയനാണ് ചാർലി ചാപ്ലിൻ. ഗാന്ധിജി, ഓ പ്ലീസ് ടെൽ ഹിം ഐ ആം റെഡി ടു മീറ്റ് ഹിം. ഓ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് പറയൂ, ഞാൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറാണ്. സെക്രട്ടറി പറയാണ്, താങ്ക് യു, ഐ വിൽ മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ്. ഞാൻ ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
അഞ്ചാമത്താണ് ഇമാജിൻ ചാപ്ലിൻ റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് റെഫറിങ് ടു ദ വേ ഹി വാസ് ഇൻസ്പയർഡ് ബൈ ഗാന്ധിജി ടു സെർവ് സൊസൈറ്റി ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ചാർലി ചാപ്ലിനാണ് എഴുതുന്നത്. ചാപ്ലിൻ്റെ ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുകയാണ്. ചാർലി ചാപ്ലിനും ഗാന്ധിജിയും കൂടെ മീറ്റ് ചെയ്തു. അപ്പോൾ ഗാന്ധിജിയെ വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട് ചാർലി ചാപ്ലിന്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലതുവശത്ത് ഡേറ്റും പ്ലേസും കൊടുക്കണം. പിന്നെ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാല്യൂട്ടേഷൻ കൊടുത്തിട്ട് ആണ് ലെറ്റർ തുടങ്ങേണ്ടത്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് ഗാന്ധിസ് മീറ്റിംഗ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോടാകുമ്പോൾ ഒരു അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയുമോ, അതുപോലെ നിങ്ങൾ നന്നായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത് ഗാന്ധിജിയെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. ആഫ്റ്റർ മീറ്റിംഗ് ഗാന്ധി ഐ ഫീൽ മോട്ടിവേറ്റഡ് ടു യൂസ് മൈ ഫിലിംസ് നോട്ട് ഓൺലി ടു എൻ്റർടൈൻ ബട്ട് ഓൾസോ ടു ഹൈലൈറ്റ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രൊമോട്ട് പോസിറ്റീവ് ചേഞ്ച്. അപ്പോൾ ചാപ്ലിൻ ഫ്രണ്ടിനോട് പറയാണ് കത്തിലൂടെ, ഞാൻ ഗാന്ധിജിയെ മീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വളരെയധികം മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൂവീസ്, ചാപ്ലിൻ ഒരു ഫിലിം മേക്കറാണല്ലോ, ആക്ടറാണല്ലോ. എൻ്റെ മൂവീസിൽ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിന് ഉപരിയായിട്ട് സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഗാന്ധിജിയുടെ ഒരു ഇൻസ്പിറേഷനാണ്. ഗാന്ധിജീസ് ഐഡിയാസ് ഓഫ് നോൺ വയലൻസ് ഇൻസ്പയർഡ് മീ എ ലോട്ട്. അതുപോലെ ഗാന്ധിജിയുടെ ഒരു ഫിലോസഫി, നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫിയൊക്കെ എന്നെ വളരെയധികം ഇൻസ്പയർ ആക്കിയിട്ടുണ്ട്. ഐ വാണ്ടഡ് ടു ഷെയർ ദിസ് വിത്ത് യു ബിക്കോസ് ഇറ്റ് റിമൈൻഡഡ് മീ ദാറ്റ് വി ക്യാൻ all contribute to making the world a better place. അപ്പോൾ ഞാൻ നിന്നോട് ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലോകം ഒരു നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ലോകമാക്കി മാറ്റാം. നമുക്ക് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നോൺ വയലൻസ് ഫോളോ ചെയ്ത് അവർ സ്മോൾ ആക്ഷൻസ് മേക്ക് ബിഗ് ഡിഫറൻസസ്. അപ്പം നമ്മളുടെ ഒരു ചെറിയ പ്രവൃത്തി പോലും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് അങ്ങനെ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. കൈൻഡ് റിഗാർഡ്സ് നെയിം. ഓക്കെ, താങ്ക് യു.